ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് സ്വാഗതം. ബീറ്റ് ഫോറസ്റ്റ് എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഉൾപ്പെട്ട ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. വനത്തിൻ്റെയും വനവിഭവങ്ങളുടെയും സംരക്ഷണവും വനനശീകരണം തടയുന്നതിനും ലക്ഷ്യമിട്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്. എന്താണ്? വനത്തിൻ്റെയും വനവിഭവങ്ങളുടെയും സംരക്ഷണവും വനനശീകരണം തടയുന്നതും ലക്ഷ്യമിട്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് എന്നത്. നിലവിൽ വന്നത് 1980 ഒക്ടോബർ 25 നിലവിൽ വന്നത്. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട സെഷൻ 5 എത്രയാണ്? ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട സെക്ഷനുകൾ 5. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണെന്ന് നോക്കാം. വന ഇതര ആവശ്യങ്ങൾക്ക് വനഭൂമി ഉപയോഗിക്കുന്നത് തടയുന്നതും 1927 ഇന്ത്യൻ വന നിയമപ്രകാരം സംരക്ഷിച്ചിരിക്കുന്ന വനഭൂമിയുടെ സംരക്ഷണവുമാണ്. ഫോറസ്റ്റ് ആക്ട് ഭേദഗതി ചെയ്ത വർഷം 1988. 1988 ഭേദഗതിയിൽ കൂട്ടിച്ചേർത്തത് എന്താണെന്ന് നോക്കാം. സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വനഭൂമി പാട്ടം നൽകുന്നത് പരിമിതപ്പെടുത്തി. സ്വാഭാവികമായിട്ട് വളരുന്ന മരങ്ങൾ വെട്ടുന്നത് തടയുന്നതും വ്യവസ്ഥ ചെയ്തു. വംശനാശ ഭീഷണി നേരിടുന്ന കടുവകളെ സംരക്ഷിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് 1973 ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്ട് ടൈഗർ എന്നത്. പ്രൊജക്ട് ടൈഗർ ആരംഭിച്ച വർഷം 1973 ഏപ്രിൽ 1 എപ്പോഴാണ്? 1973 ഏപ്രിൽ 1. 1973-74 കാലഘട്ടത്തിൽ ഇന്ത്യ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര കടുവ സങ്കേതങ്ങൾ ആരംഭിച്ചു വെച്ചാൽ 9 കടുവ സങ്കേതങ്ങളാണ് ആരംഭിച്ചത്. പ്രൊജക്ട് ടൈഗർ പദ്ധതി രൂപീകരിക്കാൻ കാരണമായത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രൂപീകരിച്ച ടൈഗർ ടാസ്ക് ഫോഴ്സ് റിപ്പോർട്ടിൻ്റെ ആസ്പദമാക്കിയാണ് പ്രൊജക്ട് ടൈഗർ പദ്ധതി രൂപീകരിക്കാൻ കാരണമായത്. ഇന്ത്യയിൽ കടുവ സങ്കേതങ്ങളുടെ നിയന്ത്രണം ഏർപ്പെടുത്തിയ അതോറിറ്റി ഏതാണ്? നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. ഏതാണ്? നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ചെയർമാൻ കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രി ആരാണ്? കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയാണ്. കടുവകളുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് പഗ്മാർക്ക്. എന്താണ്? പഗ്മാർക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവാ സങ്കേതം നാഗാർജുന സാഗർ ശ്രീശൈലമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവാ സങ്കേതം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവാ സങ്കേതം ഏതാണ്? നാഗാർജുന സാഗർ ശ്രീശൈലം. അത് ലോകത്തിലെ മുഴുവൻ കടുവകളിൽ 2/3 ഭാഗം സംരക്ഷിച്ചു വരുന്നത് ഇന്ത്യയിലും നേപ്പാളിലുമായാണ്. നിലവിൽ ഇന്ത്യയിലെ ടൈഗർ റിസർവുകളുടെ എണ്ണം 58 58 എണ്ണമാണ്. പ്രൊജക്ട് ടൈഗർ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. പ്രൊജക്ട് എലഫൻ്റ് ആരംഭിച്ച വർഷം 1992 ഫെബ്രുവരിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റെപ്പോസിറ്ററി സെൽ ആരംഭിച്ചത് ഡെറാഡൂണാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കടുവ സങ്കേതം കാംലാങ് ആണ്. കാംലാങ് അരുണാചൽ പ്രദേശിലെ കാംലാങ് ആണ്. ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ അംഗീകരിച്ച വർഷം 1972. അന്താരാഷ്ട്ര കടുവാ ദിനം ജൂലൈ 29.